നമസ്കാരം. ഇടവിടാതെ പ്രാർത്ഥിപ്പാനുള്ള കാലമാണ് നോമ്പ്. അതെങ്ങനെയാണ് സാധിക്കുക? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച കാലത്ത്. ആദിമകാലം മുതൽക്കേ അതൊരു സന്ദേഹമായി അവശേഷിച്ചിരുന്നു. വേദകൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരുന്നുവെന്ന അവകാശവാദത്തോടെ പ്രാർത്ഥന മാത്രം ജീവിതചര്യയാക്കി തീർത്ത ഒരു സംഘം ആളുകളുടെ കഥയുണ്ട്. അവരുടെ ആശ്രമത്തിൽ മാത്രം കായികാധ്വാനമൊന്നുമില്ല. മറ്റെല്ലാ ആശ്രമങ്ങളിലും പ്രാർത്ഥനയും ശാരീരിക അധ്വാനവും രണ്ടും ഉൾപ്പെട്ടിരുന്നു. ഒരിക്കൽ ഈ പ്രാർത്ഥനാശ്രമത്തിലെ ഒരു കൂട്ടം സന്യാസിമാർ ഗുരുവിനെ കാണാനിടയായി. ഗുരു ചോദിച്ചു, നിങ്ങൾക്കവിടെ എന്തുതരം കായികാധ്വാനമാണുള്ളത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ജോലിയുമില്ല, ഞങ്ങൾ യാതൊരു ജോലിയും ചെയ്യാറില്ല. ആ സമയവും ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് ആശ്രമത്തിൽ നിന്ന് വന്നിരുന്ന ഗുരു ചോദിച്ചു, നിങ്ങൾ വല്ലതും ഭക്ഷിക്കാറുണ്ടോ? ഉവ്വ. വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഭക്ഷണ സമയത്ത് ആരാണ് നിങ്ങൾക്ക് പകരം പ്രാർത്ഥിക്കുക? ഉത്തരമുണ്ടായില്ല. ഗുരു വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഉറങ്ങാറുണ്ടോ? നിങ്ങൾ ഉറങ്ങുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആഗതരായവർക്ക് വ്യക്തമായൊരു ഉത്തരം നൽകാനായില്ല. ഗുരു തുടർന്നു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കാൻ പറ്റാറില്ലല്ലോ. ഇവിടെ ഞങ്ങളുടെ ആശ്രമത്തിലാകട്ടെ പകൽ ജോലികളുണ്ട്, ആ സമയം പ്രാർത്ഥിക്കാറുമുണ്ട്. കയറുകൾ പിരിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയും, ദൈവമേ, അങ്ങയുടെ പരമനന്മയാലും അളവറ്റ കരുണയാലും എൻ്റെ പാപങ്ങൾ മോചിച്ചു നൽകണമേ. ഇത് അവിരാമം തുടരുന്നു. ഇത് പ്രാർത്ഥനയല്ലയോ? അതെ എന്ന് വന്നവർ പറഞ്ഞു. ഗുരു പിന്നെയും പറഞ്ഞു, അങ്ങനെ ഒരു പകലത്തെ പ്രാർത്ഥനയും അധ്വാനവും കൊണ്ട് ഏറെക്കുറെ 13 നാണയങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും. അതിൽ 2 തുട്ട് പണം ഞാൻ വാതിലിന് പുറത്തു വയ്ക്കും. ബാക്കിയുള്ള പണം ഞങ്ങളുടെ ഭക്ഷണത്തിനായി ചിലവഴിക്കുന്നു. ആ 2 തുട്ട് പണം എടുക്കുന്ന ആൾ വഴിപോക്കനാവാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അയാൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ ദൈവകൃപ കൊണ്ട് നിർത്താതെ പ്രാർത്ഥിക്കാനുള്ള കൽപ്പന ഞങ്ങൾ പൂർത്തീകരിക്കുന്നു. ഭക്ഷണപാനീയം വെടിയും നോമ്പ് നിസ്സാരമാണ്, ധർമ്മമെഴും നോമ്പാണ് ശ്രേഷ്ഠം എന്നൊക്കെ നോമ്പുകാലത്ത് നാം പാടാറുണ്ട്. സുഹൃത്തെ, ദാനങ്ങളിലൂടെയാണ് നീ അയൽക്കാരനെയും നിന്റെ അവിരാമ പ്രാർത്ഥനയുടെ പങ്കാളിയാക്കുന്നത്. നമസ്കാരം.